Hi guys, welcome to my YouTube channel Malayalam Anime Stories. I am Raji. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മൂവിയുടെ പേര് ഇഡോരി ഡേയ്സ്. അപ്പൊ നമുക്ക് വേഗം തന്നെ സ്റ്റോറിയിലേക്ക് പോകാം. അങ്ങനെ അടുത്ത ദിവസം ഒരു മഴയത്ത് ഒരു ലേഡി നടന്നു വരികയാണ്. അപ്പൊ ഒരു പൂച്ച അവളെ നോക്കി ഇതിപ്പോ ആരാ ഇത് ഇങ്ങനെ നടന്നു വരുന്നതെന്ന് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോ ഒരു നല്ല സെക്സി ആയിട്ടുള്ള ഒരു ലേഡി. അത് വേറെ ആരുമല്ല നമ്മുടെ സെയ്ജിയുടെ ചേച്ചിയാണ്. നമ്മുടെ സെയ്ജിന്റെ ചേച്ചിയാണെന്ന് മനസ്സിലായപ്പോ ആ പൂച്ച വേർത്ത് കുളിച്ച് അവിടെ നിന്ന് ഓടിപ്പോയി. കാരണം നമ്മുടെ സെയ്ജിനെ കഴിഞ്ഞ റൗഡിയാണ് നമ്മുടെ സെയ്ജിന്റെ ചേച്ചി. അപ്പൊ നമ്മുടെ സെയ്ജി അവന്റെ വീട്ടിലിരുന്നിട്ട് ഒരു കവറില് പൈസ എണ്ണിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ നമ്മുടെ മിത്തോരി ഞാൻ നിന്നെ ഇങ്ങനെ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല, നീ വളരെ ഹാപ്പി ആയിരിക്കുന്നു എന്ന് പറയും. അപ്പൊ നമ്മുടെ സെയ്ജി പറയും ഈ മാസം നിറയെ ചെലവുകളുണ്ട്, അതിനുള്ള കാശാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പൊ നമ്മുടെ മിത്തോരി സെയ്ജിക്ക് വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ അവള് വേഗം ഓടിപ്പോയി അതെടുത്തിട്ട് നമ്മുടെ സെയ്ജിക്ക് കൊടുക്കും. എന്നാ കഴിക്കുന്നു പറഞ്ഞിട്ട്. അപ്പൊ അത് നോക്കുമ്പോ ക്യാരറ്റും കൊണ്ട് എന്തോ ഒരു ഫുഡ് ഉണ്ടാക്കി അത് ഹാർട്ട് ഷേപ്പിലാക്കി കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ മിട്ടോരി ഇത് ക്യാരറ്റും കൊണ്ടാ ഉണ്ടാക്കിയിരിക്കണെന്നൊക്കെ പറയും. അപ്പൊ നമ്മുടെ സെയ്ജി പറയും എനിക്ക് നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് അതെടുത്ത് ഇങ്ങനെ കഴിക്കും. കഴിക്കുമ്പോൾ അത് നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പൊ നമ്മുടെ സെയ്ജി പറയും നീ എനിക്ക് ഇത്രയും നല്ല ഭക്ഷണം ഉണ്ടാക്കി തന്നതിന് ഇന്ന് രാത്രി നമുക്ക് വെളിയിൽ പോയി ഫുഡ് കഴിക്കാന്ന് പറയും. അപ്പൊ നമ്മുടെ മിട്ടോരിക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ മിട്ടോരി പറയും ശരിക്കും നീ എന്നെ ഡേറ്റിങ്ങിന് കൂട്ടിയിട്ട് പോവുകയാണോ എന്ന് ചോദിക്കും. അപ്പം നമ്മുടെ ചേച്ചിക്ക് ദേഷ്യം വരും. ഇല്ലാന്ന് പറയും. അപ്പൊ മിട്ടൂരി പറയും എനിക്ക് ഇടാനുള്ള ഡ്രസ്സുകളൊന്നുമില്ല, എനിക്ക് നല്ലൊരു ഡ്രസ്സ് വാങ്ങി തരുമോ, ഷോപ്പിങ്ങിനൊക്കെ പോവാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ നമ്മുടെ മിട്ടൂരി പറയും വേണ്ട ഞാൻ തന്നെ തുന്നിക്കോളാന്ന് പറയാം. അപ്പൊ നമ്മുടെ സീജിക്ക് ദേഷ്യം വരും. സീജി പറയും ഞാൻ നിന്നോടല്ലേ പറഞ്ഞേ ഇത് ഡേറ്റ് അല്ലാന്ന്. അപ്പൊ നമ്മുടെ മിട്ടോരിക്ക് സങ്കടം വരും. അപ്പൊ മിട്ടോരി സങ്കടത്തോടു കൂടെ നമ്മുടെ സേജിനെ നോക്കുക. അപ്പൊ സേജി പറയും ഞാൻ അങ്ങനെയല്ല മീൻ ചെയ്തത്, നീ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തന്നതിന് നന്ദിപൂർവ്വമായി ഞാൻ നിന്നെ കൂട്ടിയിട്ട് പോവാനാണ് ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മുടെ മിട്ടോരി ചോദിക്കും നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടണമെന്ന് ചോദിക്കും. അപ്പൊ നമ്മുടെ സേജി പറയും ഞാൻ ദേഷ്യപ്പെടുകയല്ല, ഞാൻ പറയാണെന്ന് പറയും. അപ്പത്തേനും നമ്മുടെ സേജിയുടെ ചേച്ചി വീട്ടിൽ കയറി വന്നിട്ടുണ്ടാവും. എന്നിട്ട് പറയും നിനക്ക് ശരിക്കും വട്ടായോ, നീ ഒറ്റയ്ക്ക് കിടന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ സേജി വളിച്ച് ചിരിയും ചിരിച്ച് ഹായ് സിസ്റ്റർ എന്ന് പറയും. അപ്പൊ നമ്മുടെ സേജിന്റെ സിസ്റ്റർ പറയും പിന്നെ ഞാൻ ഈ വീട്ടിൽ നിന്നെ ഒറ്റയ്ക്ക് ഗേൾ ഫ്രണ്ട് ഇല്ലാതെയാണല്ലോ കാണുന്നത്. അപ്പൊ നമ്മുടെ സേജി വിചാരിക്കും ഇത് ഒട്ടും ശരിയല്ല, മിത്തോരിനെ അവള് കാണാനേ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. അപ്പത്തേനും നമ്മുടെ സേജിന്റെ ചേച്ചിക്ക് പെൺകുട്ടി ഉള്ളതായിട്ട് മണം അടിക്കും. അപ്പൊ എന്നിട്ട് സേജിന്റെ ചേച്ചി പറയും ഇവിടെ ഗേൾസിന്റെ മണം ഉണ്ടല്ലോ എന്ന് പറയും. അപ്പൊ നമ്മുടെ സേജി ചുമ്മാ ഇരിക്കാണ്ട് ചേച്ചീന്റെ അടുത്ത് പോയി ചോദിക്കും നീ എന്താ ഇവിടെ, നിന്റെ ബോയ് ഫ്രണ്ട് നിന്നെ ചവിട്ടി പുറത്താക്കിയോന്ന് ചോദിക്കും. ഇപ്പൊ സേജിന്റെ ചേച്ചി ചിരിച്ചുകൊണ്ട് ആ മേശപ്പുറത്ത് വെച്ചിരുന്ന അവന്റെ പൈസ എടുക്കും. അപ്പൊ സേജി പറയും ഇതെനിക്ക് ഈ മാസം ചെലവുള്ള കാശാണ്, മര്യാദയ്ക്ക് തരാൻ പറയും. അങ്ങനെ എല്ലാ വീട്ടിലും ഉള്ളതുപോലെ അനിയനും ചേച്ചിയും കൂടെ കൂടിയിട്ട് വഴക്കും അടിയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങും. അപ്പൊ നമ്മുടെ സേജിക്ക് ദേഷ്യം വന്നിട്ട് സേജി പറയും നീ മര്യാദയ്ക്ക് എന്റെ കാശ് തന്നോടി പ്രാന്തി എന്ന് പറയും. അപ്പൊ നമ്മുടെ ചേച്ചിക്ക് ദേഷ്യം വരും. സേജിയുടെ ചേച്ചി ഒരൊറ്റ അടി വെക്കും അവന്റെ ചെവിട്ടത്ത് നോക്കിയിട്ട്. അടി കിട്ടിയപാടെ അവൻ തലകറങ്ങി താഴെ വീഴും. എന്നിട്ട് ചേച്ചി ചിരിച്ചുകൊണ്ട് പറയും നിന്റെ തലയിൽ ഇപ്പൊ 1000 ബൾബ് കത്തണ പോലെ നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് അവന്റെ ആ റൈറ്റ് ഹാൻഡ് നമ്മുടെ മിഡോരിയുള്ള കൈയെ പിടിക്കും. കൈ പിടിച്ച് ഓടിക്കാൻ തുടങ്ങും. അപ്പത്തേനും ചേച്ചി മിഡോരിനെ കാണും. മിഡോരി എന്നിട്ട് ചേച്ചിനെ കണ്ടതിൽ വളരെയധികം സന്തോഷം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തല കുനിഞ്ഞ് നിൽക്കും. അപ്പൊ നമ്മുടെ ചേച്ചിക്ക് ഇത് കണ്ടിട്ട് അന്തം വിടും. എന്നിട്ട് അവിടെ കിടന്ന് കാറാൻ തുടങ്ങും. ആ കാറിനെ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടിയും മിന്നലും മഴയും കൂടെ വരില്ലേ അത്രയും സൗണ്ടിലായിരിക്കും അവള് കാറിയിട്ടുണ്ടാവുക. അങ്ങനെ കാറുമ്പത്തേനും അവൾ ആ കയ്യിലുണ്ടായിരുന്ന അവന്റെ കാശ് വിടും. അപ്പത്തേനും അവൻ അത് ക്യാച്ച് പിടിക്കും. ചെറുപ്പം നോക്കിക്കഴിഞ്ഞാൽ കുറെ ചെറുപ്പക്കാര് അവരുടെ ബൈക്കില് ഹോർൺ അടിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ നമ്മുടെ സേജീന്റെ ചേച്ചിക്ക് ചൂടുവെള്ളമൊക്കെ കൊടുത്തിട്ട് മീട്ടോരിയുടെ കഥയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നീ ഇത് ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ട് അവളുടെ അടുത്ത് പറയും. എന്നിട്ട് സേജിയുടെ ചേച്ചി അവന്റെ റൈറ്റ് ഹാൻഡ് പിടിച്ചിട്ട് വലിച്ചിട്ട് മിട്ടോരിന്റെ അടുത്ത് ചോദിക്കും നിന്റെ പേര് മിട്ടോരി എന്നല്ലേ, എങ്ങനെയാണ് നിനക്ക് ഈ ഫൂളുടെ അടുത്ത് ഇഷ്ടം തോന്നിയത് എന്ന് ചോദിക്കും. അപ്പൊ നമ്മുടെ മിട്ടോരി പറയും അവൻ വളരെ കൈൻഡ് ആണ്, സ്ട്രോങ് ആണ് അവൻ എന്നൊക്കെ പറയും. അങ്ങനെയാണ് അവനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതെന്ന് അവളുടെ അടുത്ത് പറയും. അപ്പൊ നമ്മുടെ സേജിക്ക് ദേഷ്യം വരും. അപ്പൊ സേജി പറയും അവളുടെ ഇങ്ങനത്തെ സ്റ്റുപ്പിഡായ ക്വസ്റ്റ്യൻസിനൊന്നും നീ ആൻസർ ചെയ്യാൻ നിൽക്കല്ലേ എന്ന് പറയും. അപ്പൊ നമ്മുടെ സേജിന്റെ ചേച്ചി ചോദിക്കും വളരെ നല്ല ഗേളാണെന്ന് തോന്നുന്നു എന്ന് സേജിന്റെ അടുത്ത് ചോദിക്കും. അപ്പൊ നമ്മുടെ സേജിക്ക് ദേഷ്യം വരും. സേജി എന്നിട്ട് പറയും നീ പോടി പൊട്ടി എന്ന് പറയും. എന്നിട്ട് ഇപ്പൊ നമ്മുടെ സേജിന്റെ ചേച്ചിക്ക് ദേഷ്യം വരും. സേജിയുടെ ചേച്ചി അവനെ കയറി ഇരുന്ന് അടിക്കാൻ തുടങ്ങും. അപ്പൊ നമ്മുടെ സേജി പറയും ശരി വിട് 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 എന്ന് പറയും. പെട്ടെന്ന് കുറെ സ്കൂട്ടറുകളുടെ സൗണ്ട് കേൾക്കും. അങ്ങനെ അങ്ങനെ അവള് വെളിയിൽ പോയി നോക്കുമ്പോ അവളുടെ വീട്ടില് ചുറ്റും ബൈക്കുമായിട്ടുള്ള ചെറുപ്പക്കാർ വന്ന് നിൽക്കും. അപ്പൊ അവര് പറയും നിന്നെ തിരിച്ചു കണ്ടതിൽ സന്തോഷം, നാട്ടിലെത്തിന്ന് കേട്ടു, അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ വന്നത് എന്ന് പറയും. അപ്പൊ നമ്മുടെ സേജിയുടെ ചേച്ചി കരാട്ടയില് ബ്ലാക്ക് ബെൽറ്റ് ആണെന്ന് തോന്നുന്നത്. അവള് പറന്നു പോയിട്ട് ആ സംസാരിച്ച രണ്ട് ചെറുപ്പക്കാരുടെയും മോന്ത നോക്കിയിട്ട് ചവിട്ടും.
ചവിട്ടിയിട്ട് പറയും, "ഞാൻ എത്ര പ്രാവശ്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ വന്ന് അടുത്ത വീട്ടുകാരെ ശല്യപ്പെടുത്തരുതെന്ന്." അപ്പൊ എല്ലാരും പറയും, "ആ സോറി, സോറി" എന്ന് പറയും. ഇത് അടിച്ചിട്ട് മനുഷ്യൻ കൂടെ എഴുന്നേറ്റ് വന്നിട്ട് ഇവളുടെ അടുത്ത് പറയും, "ആ സോറി" എന്ന് പറയും. അപ്പൊ നമ്മുടെ മിട്ടോരി സേജി അത് കാണണ്ട. അപ്പൊ മിട്ടോരി സേജിന്റെ അടുത്ത് ചോദിക്കും, "ചേച്ചി ഇങ്ങനെ അടിച്ചിട്ടും കൂടെ അവര് വന്ന് ചേച്ചീന്റെ അടുത്ത് ചിരിച്ച് സംസാരിക്കുന്നുണ്ടല്ലോ, എങ്ങനെയാണെന്ന്?" ചോദിക്കും. അപ്പൊ സേജി പറയും, അവര് മണ്ടന്മാര്. ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോ ചേച്ചിയുടെ ആരാധകരാണ്. അപ്പൊ തൊട്ട് ചേച്ചീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊക്കെ ഭ്രാന്താണെന്ന് പറയും. അപ്പൊ സേജിയുടെ ചേച്ചി പറയും, "വാ നമുക്ക് സ്പായിലേക്ക് പോവാം. എനിക്കിന്നൊരു സ്പോൺസറിനെ കിട്ടിയിട്ടുണ്ടെന്ന്" പറഞ്ഞിട്ട് സേജീനെ കൈ ചൂണ്ടും. "അതുകൊണ്ട് ബില്ലൊക്കെ ഞാൻ അടച്ചോളാം" എന്ന് പറയും. അപ്പൊ ആ ചെറുപ്പക്കാർക്കൊക്കെ ഭയങ്കര സന്തോഷാവും. എന്നിട്ട് പറയും, "ആ ശരിക്കും" പറയും. അപ്പൊ നമ്മുടെ സേജി അവിടുന്ന് കാറിക്കൂവി വരും. അപ്പത്തേനും സേജിയുടെ ചേച്ചി ഒരൊറ്റ ചവിട്ട്. അവൻ തലകറങ്ങി അവന് ബോധം കെട്ട് വീഴും. മിട്ടോരി ഇതൊക്കെ അമ്പരന്ന് നോക്കി നിക്കും. എന്നിട്ട് സേജീന്ന് വിളിക്കും. അപ്പൊ നമ്മുടെ സേജിന്റെ ചേച്ചി പറയും, "നീ ഇനിയും കാണേണ്ടതായി നിറയുണ്ട്" എന്ന് പറഞ്ഞിട്ട് അവര് സ്കൂട്ടറിൽ പോവും. അപ്പൊ അവരിങ്ങനെ സ്കൂട്ടറിൽ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ നമ്മുടെ സേജിയുടെ ചേച്ചി പോകുന്ന സ്കൂട്ടറിൽ അയാൾ തിരികെ ചോദിക്കും, "ഞങ്ങളെയൊക്കെ എന്തിനാ ഇപ്പൊ സ്പായിലേക്ക് കൂട്ടിയിട്ട് പോണേ? നീ ഇനിയും ആരെങ്കിലും എടുത്തിട്ട് ഇരിക്കാനാണോ" എന്ന് ചോദിക്കും. അപ്പൊ നമ്മുടെ സേജിയുടെ ചേച്ചി പറയാ, "അത് നിനക്ക് അറിയേണ്ട വിഷയമല്ല" എന്ന് പറഞ്ഞിട്ട് ബൈക്കിൽ പോകുന്ന ആളെ വരെ എടുത്തിട്ട് കുത്താൻ തുടങ്ങും. അപ്പോഴാണ് നമ്മുടെ സേജിക്ക് ബോധം വരുന്നത്. അവൻ എഴുന്നേറ്റ് നോക്കുമ്പോ സ്കൂട്ടറിൽ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ അവന് മനസ്സിലായി അവര് സ്പായിലേക്കാണ് പോണേന്ന്. അപ്പൊ നമ്മുടെ മിഡോരി പറയും, എനിക്കിത് വളരെ ഇഷ്ടമായി. ഇതെനിക്ക് സ്വപ്നം കാണുന്ന പോലെയുണ്ട്. നമ്മള് സ്പായിലേക്ക് പോണത്. അങ്ങോട്ട് നോക്ക്, ആ സൈഡ് ഫുള്ള് സൺസെറ്റ് ആണെന്ന്" പറയും. നമ്മുടെ സേജി ഒന്നും മിണ്ടാണ്ട് അവളെ ഇങ്ങനെ നോക്കും. അപ്പൊ നമുക്ക് സേജി ഇങ്ങനെ വിചാരിക്കും, എനിക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒരു ട്രിപ്പ് പോവുകയാണ്. എന്തായാലും കൊള്ളാം എന്ന് വിചാരിച്ചിട്ട് അവൻ ഇങ്ങനെ പോവാണ്. അങ്ങനെ അവർ ആ ഹോട്ട് ടബിലേക്ക് പോയി. ഹോട്ട് ടബിലേക്ക് പോയിട്ട് അവൻ ഇങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അപ്പൊ അവിടെ മൊത്തം കച്ചറ സൗണ്ട്. അതൊക്കെ കേട്ടിട്ട് അവന് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ അവൻ പറയണ, "ഇത് എനിക്ക് ഇഷ്ടമായിട്ടില്ല" എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ മിട്ടോരി സേജിനോട് പറഞ്ഞു, "എനിക്ക് ചേച്ചീനെ ഇഷ്ടമായിട്ടുണ്ട്" എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ സേജി പറഞ്ഞു, "നിനക്ക് ചേച്ചിനെ കുറിച്ച് അറിയാത്തോണ്ടാ. അവൾക്ക് 24 മണിക്കൂർ എന്നെ ഉപദ്രവിക്കാൻ മാത്രമേ അവൾക്ക് നേരം ഉണ്ടാവുള്ളൂ" എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ സേജീന്റെ കൂടെ വന്ന ചെറുപ്പക്കാർ മൊത്തം സേജീന്റെ ചേച്ചീനെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ സേജിയുടെ ചേച്ചി ഇതൊക്കെ കണ്ട് ബോറടിച്ചിട്ട് ആ കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ടിരുന്ന ഓരോരുത്തനെ പിടിച്ചിട്ട് ഒരൊറ്റ ഇടിയിടിക്കും. അവൻ പറന്നുപോയി അപ്പുറത്ത് പോയി വീഴും. എന്നിട്ട് സേജിയുടെ ചേച്ചി ചോദിക്കും, "ഈ കിക്ക് എങ്ങനെയുണ്ട്? നിങ്ങൾ എന്തൊക്കെയാ ഇവിടെ കാണിച്ചു കൂട്ടണേന്ന്" പറഞ്ഞിട്ട് സേജിയുടെ ചേച്ചി ചോദിക്കും. അപ്പൊ നമ്മുടെ സേജി അവിടെ ഇരുന്നിട്ട്, "ഈ കുരങ്ങന്മാരെ എന്ത് കാണിക്കണം എന്ന് പറഞ്ഞിട്ടാ അവള് ചോദിക്കുന്നേന്ന്" പറഞ്ഞിട്ട് അവിടെ ഇരിക്കും. എന്നിട്ട് സേജിയുടെ ചേച്ചി പറയും, "എന്റർടൈനിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോന്ന്" പറഞ്ഞിട്ട് നമ്മുടെ സേജിന്റെ അടുത്ത് പോയിട്ട് സേജിന്റെ റൈറ്റ് ഹാൻഡ്, അതായത് നമ്മുടെ മിഡോരിനെ പിടിച്ചിട്ട്, "ദാ അങ്ങ് നോക്ക്, ഇതാണ് എന്റർടൈൻമെന്റ്" എന്ന് പറഞ്ഞിട്ട് അവിടെ ഉള്ള എല്ലാവർക്കും കാണിച്ചു കൊടുക്കും. അപ്പൊ നമ്മുടെ സേജി മിഡോരി പേടിച്ച് വിറച്ച് ഇങ്ങനെ നിൽക്കും. എന്നിട്ട് നമ്മുടെ സേജിയുടെ ചേച്ചി അവിടെ ഭയങ്കരമായിട്ട് ചിരിച്ചുകൊണ്ടിരുന്നു. അപ്പൊ നമ്മുടെ ചേച്ചീന്റെ അടുത്തും മിഡോരിന്റെ അടുത്തും ആ ചെറുപ്പക്കാര് വട്ടം ചുറ്റി നിന്നിട്ട് നമ്മുടെ മിഡോരിനെ ഇങ്ങനെ സൂക്ഷിച്ച് നിന്ന് നോക്കി. പറയാണ്, "ഇവനെന്ത് മായക്കാരനോ? എന്ത് ഭംഗിയാണ് ഈ ഡോളിനെ കാണാന്ന്" പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കവിള്. എന്നിട്ട് ആ ചെറുപ്പക്കാര് അവളുടെ കവിളിലും അവളുടെ മേത്തൊക്കെ പിടിക്കാൻ തുടങ്ങി. അപ്പൊ നമ്മുടെ സേജിക്ക് ദേഷ്യം വന്നു. അപ്പൊ നമ്മുടെ മിഡോരിക്ക് സങ്കടം വന്നു. അപ്പൊ നമ്മുടെ സേജിക്ക് ദേഷ്യം വന്നിട്ട് സേജി പറഞ്ഞു, "അവിടെ അടുത്തുനിന്ന് കൈ എടുക്കാൻ" പറഞ്ഞു. അപ്പൊ അതിലത്തെ ഒരുത്തൻ പറഞ്ഞു, "അത് കൈ എടുക്കാൻ പറയാൻ നീ ആരാടാന്ന്" ചോദിച്ചു. എന്നിട്ട് സേജിക്ക് ഒരു ഇടിയും കൊടുത്തു. അപ്പൊ സേജി ചുമ്മാ ഇരിക്കും. സേജി പറഞ്ഞു, "ഇതിന് നീ വില തന്നേ പറ്റുള്ളൂ" എന്ന് പറഞ്ഞിട്ട് അവനെ പിടിച്ച് ഒരൊറ്റ ഇടി. അങ്ങനെ അവൻ ഇടിക്കാൻ വന്നപ്പോഴത്തേനും വേറെ ഒരുത്തന്റെ മേത്ത് പെട്ടു. അങ്ങനെ സേജിനെ ഇടിക്കാൻ വന്നപ്പോഴത്തേനും അവൻ വേറെ ഒരുത്തനെ പോയി ഇടിക്കാം. അങ്ങനെ അവിടെ മൊത്തം കൂട്ടത്തല്ലായി. അത് കണ്ട് നമ്മുടെ സേജിയുടെ ചേച്ചി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് അവിടെയുള്ള സ്പായില് ജക്കൂസിയിൽ പോയിട്ട് അവനും മിഡോരിയും കൂടെ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് സേജി പറഞ്ഞു, "ഇന്നലെ നടന്നതിന് സോറി" എന്ന് പറഞ്ഞിട്ട് മിഡോരിന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ മിഡോരി പറഞ്ഞു, "അതൊന്നും കുഴപ്പമില്ല" എന്ന് പറഞ്ഞു. എന്നിട്ട് സേജി പറഞ്ഞു, "അവള് കുടിച്ചിട്ട് മൊത്തം അലമ്പുണ്ടാക്കും. എന്നിട്ട് അടുത്ത ദിവസമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾക്ക് എന്താ നടന്നതെന്ന് ഒരു ഓർമ്മ ഉണ്ടാവില്ല." അപ്പൊ നമ്മുടെ മിഡോരി പറയും, "അതൊന്നും കുഴപ്പമില്ല. എനിക്കിത് വളരെ ഇഷ്ടമായി. ഞാൻ വീട്ടിൽ ഒറ്റ കുട്ടിയാണെന്ന്" പറഞ്ഞു. അപ്പൊ നമ്മുടെ സേജി പറയും, "ഓ, എനിക്ക് ഈ പിശാചിനെ ഇഷ്ടമല്ല" എന്ന് പറയും. അപ്പൊ നമ്മുടെ മിഡോരി ചുമ്മാ ഇരിക്കാണ്ട് നമ്മുടെ സേജി തേച്ച് കുളിക്കുന്ന സ്പോഞ്ച് എടുത്തിട്ട്, "വാ, ഞാൻ മുതുക് തേച്ച് തരാന്ന്" പറഞ്ഞിട്ട് അവള് പോയി മുതുക് തേച്ചോണ്ടിരിക്കും. അപ്പൊ നമ്മുടെ സേജി തിരിഞ്ഞ് അവളെ ഇങ്ങനെ നോക്കും. അപ്പൊ നമ്മുടെ സേജിക്ക് അത് ഇഷ്ടാവുകയും ചെയ്യും. അപ്പൊ നമ്മുടെ മിഡോരി പറയും, "കുറച്ചും കൂടെ എന്നെ മേലേക്ക് കൊണ്ടുപോകുമെന്ന്" പറയും. അപ്പൊ ഇവൻ കൈ മേലേക്ക് കൊണ്ടുപോയി അവന്റെ കൈ ഓടി. അപ്പൊ നമ്മുടെ സേജി പറയും, "ഇതെന്റെ കൈയാണെന്ന്" പറയും. അപ്പൊ നമ്മുടെ മിഡോരിയുടെ കയ്യിലുള്ള സ്പോഞ്ച് താഴെ വീണു പോകും. അപ്പൊ നമ്മുടെ മിഡോരി സ്പോഞ്ചിന് പകരം അവള് പോയി മുതുക് തേക്കാൻ തുടങ്ങും. അപ്പൊ നമ്മുടെ സേജി വിചാരിക്കും, സ്പോഞ്ചിനെ കഴിഞ്ഞ് വളരെ സ്മൂത്ത് ആയിട്ടുണ്ടല്ലോ, എന്താണ് അതെന്ന് ഓർമ്മ നോക്കും. അപ്പൊ മിഡോരി അവിടെ ഇരുന്ന് അവള് തന്നെത്താനെ അവന്റെ മേത്ത് സോപ്പ് തേക്കുണ്ടാവും. നമ്മുടെ സേജിക്ക് ദേഷ്യം വരും. അപ്പൊ നമ്മുടെ സേജി അവളെ എടുത്തിട്ട്, "ഇങ്ങനത്തെ പൊട്ടത്തരങ്ങളൊന്നും ചെയ്യല്ലേന്ന്" പറഞ്ഞിട്ട് അവളെ പിടിച്ച് നുള്ളാൻ തുടങ്ങും. അപ്പൊ നമ്മുടെ സേജിന്റെ ചേച്ചി അവിടെ വരും, ഒരു തുണി കൊടുക്കാണ്ട് കുളിക്കാൻ വേണ്ടിയിട്ട്. അത് കണ്ട് നമ്മുടെ സേജി അവിടെ കിടന്ന് കാറാൻ തുടങ്ങും. പക്ഷെ നമ്മുടെ മിഡോരി
നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവളുടെ അടുത്തേക്ക് പോകും. എന്നിട്ട് ചേച്ചി പറയും, "നീ എന്തിനാ ഇവിടെ വന്നത്? പോയി പെണ്ണുങ്ങളുള്ള സ്ഥലത്ത് പോയി കുളിക്കാൻ പറയും." അപ്പൊ നമ്മുടെ ചേച്ചീന്റെ ചേച്ചി പറയും, "ആ നീ പറഞ്ഞത് ശരി തന്നെ. ഇവിടെ പെണ്ണുങ്ങൾ മാത്രമല്ലേ ഉള്ളൂ" എന്ന് പറഞ്ഞിട്ട് ചിരിക്കാൻ തുടങ്ങും. അങ്ങനെ ആ 3 പേരും ജക്കൂസിയിൽ കിടന്ന് ഇങ്ങനെ റിലാക്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ നമ്മുടെ ചേച്ചിയുടെ ചേച്ചി പറയും, "ആ നീ വലുതായത് ഞാൻ ഓർത്തില്ല" എന്ന് പറയും. അവസാനം "നീ ഇത്ര വലുതായത് ഞാൻ അറിഞ്ഞില്ല" എന്ന് പറഞ്ഞിട്ട് ചേച്ചീനോട് പറയും. അപ്പൊ നമ്മുടെ മിഡോരി ചോദിക്കും, "നിങ്ങൾ ചെറുപ്പത്തിൽ ഒരുമിച്ച് കുളിച്ചിട്ടൊന്നുമില്ലേന്ന്" ചോദിക്കും. അപ്പൊ ചേച്ചിയുടെ ചേച്ചി പറയും, "ഓ എല്ലാ ദിവസവും രാത്രി ഞങ്ങൾ ഒരുമിച്ചാണ് കുളിക്കുക. ഞാൻ അവനെ 100 പ്രാവശ്യം വെള്ളത്തിൽ തള്ളിയിട്ടിട്ടുണ്ട്" എന്ന് പറയും. അപ്പൊ നമ്മുടെ മിഡോരി അമ്പരന്ന് ചേച്ചീന്റെ ചേച്ചിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് നമ്മൾ ചേച്ചിയുടെ ചേച്ചി പറയും, "ഇത്രയും പ്രാവശ്യം ഞാൻ അവനെ തള്ളിവിട്ടിട്ടും കൂടെ അവൻ സ്വിമ്മിങ് പഠിച്ചിട്ടില്ല" എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ ചേച്ചിക്ക് ദേഷ്യം വരും. "ഇതൊന്നും എനിക്ക് തമാശയായിട്ട് തോന്നുന്നില്ല" എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് കാറാൻ തുടങ്ങും. അപ്പൊ നമ്മുടെ മിഡോരി ചേച്ചീന്റെ അടുത്ത് ചോദിക്കും, "ചേച്ചീന്റെ ചെറുപ്പകാലങ്ങളൊക്കെ എങ്ങനെയാന്നൊക്കെ" ചോദിക്കും. അപ്പൊ നമ്മുടെ ചേച്ചി അവിടെ കിടന്ന് കാറും. "നീ എന്തിനാ അതൊക്കെ ചോദിക്കാൻ പോണേന്ന്" പറയും. അപ്പൊ നമ്മുടെ ചേച്ചിയുടെ ചേച്ചി പറയും, "അവൻ ചെറുപ്പത്തിൽ ഇപ്പൊ ഉള്ളതുപോലെ തന്നെ. പക്ഷെ ഇത്രയും മസിലൊന്നും ഉണ്ടായിരുന്നില്ല അവനെന്ന്" പറയും. അപ്പൊ നമ്മുടെ ചേച്ചി കഥ പറയാൻ സമ്മതിക്കില്ല. അപ്പത്തേനും നമ്മുടെ ചേച്ചീന്റെ തലയെ പിടിച്ച് വെള്ളത്തിൽ മുക്കി വെക്കും. അങ്ങനെ ചേച്ചി അവന്റെ കഥ പറയാണ്. അവൻ ചെറുപ്പത്തിൽ ഒറ്റയ്ക്കായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചേച്ചി തുടർന്നു. ഒരു ദിവസം അവൻ ചെറുപ്പത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അവന്റെ പ്രായമുള്ള 2 കുട്ടികൾ വന്നിട്ട് അവന്റെ കളിപ്പാട്ടങ്ങളൊക്കെ തട്ടിപ്പറിച്ചെടുത്തു. അപ്പൊ ചേച്ചി തിരിച്ചൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവൻ ചിരിച്ചോട്ട് മിണ്ടാതെ അങ്ങനെ നിന്നു. അപ്പൊ അത് കണ്ട് ഞാൻ ഓടി വന്നു. അപ്പൊ ഞാൻ ഓടി വരുന്നത് കണ്ടിട്ട് അവന്റെ ഒപ്പം നിന്ന 2 ചെറിയ കുട്ടികൾ ഓടിപ്പോയി. എന്നിട്ട് ഞാൻ ചേച്ചീന്റെ അടുത്ത് പറഞ്ഞു, "നീ ഇങ്ങനെ ഇരുന്ന് കരയല്ലേ. നീ ഒരു കാര്യം ചെയ്യ്. ഇനി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നീ എഴുന്നേറ്റ് അവരെയൊക്കെ ഇടിക്കണം" എന്ന് ചേച്ചീന്റെ ചേച്ചി മിഡോരിന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ യൂസ്‌ലെസ് ആയ ബോഡിയില് ഇവനെ ഈ ഇടിക്കാനും കൊല്ലാനും ഉള്ള കഴിവൊക്കെ ഞാനാണ് പഠിപ്പിച്ചു കൊടുത്തതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ ചേച്ചി എഴുന്നേറ്റ് മിണ്ടാതെ തന്നെ ഇരിക്കൂന്ന് പറയും. അപ്പൊ നമ്മുടെ ചേച്ചിയുടെ ചേച്ചി പിന്നെ അവനെ വെള്ളത്തിൽ പിടിച്ച് മുക്കി വെച്ചോണ്ടിരിക്കും. എന്നിട്ട് ചേച്ചിയുടെ ചേച്ചി മിഡോരിന്റെ അടുത്ത് പിന്നെയും കഥ പറയാൻ തുടങ്ങി. "അങ്ങനെ ഞാനാണ് ഇവന് എല്ലാ ലെസൺസും എങ്ങനെ അടിക്കണം, എങ്ങനെ ഫൈറ്റ് ചെയ്യണം എന്നൊക്കെ പഠിപ്പിച്ചു കൊടുത്തത് ഞാനാണെന്ന്" പറഞ്ഞു. "ഞാൻ അവന്റെ ശരീരത്തിനെയും മനസ്സിനെയും ഒക്കെ എങ്ങനെ സ്റ്റണ്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ പഠിപ്പിച്ചു കൊടുത്തു." ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും അവനെ അടിച്ച ബുള്ളി ഗാങ്സിന്റെ അടുത്ത് പകരം ചോദിക്കാൻ വേണ്ടിയിട്ട് അവൻ ആ ഗ്രൗണ്ടിൽ പോയി നിന്നു. എന്നിട്ട് ആ ബുള്ളി ഗാങ്സിന്റെ അടുത്ത് വന്നിട്ട്, "ഇതാ നിങ്ങൾക്ക് ഞാനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. നോക്കെന്ന്" പറഞ്ഞിട്ട് അവന്റെ റൈറ്റ് ഹാൻഡ് എടുത്ത് ഇടിക്കുന്ന പോലെ കാണിച്ചു. അപ്പത്തേനും ആ ബുള്ളി ഗാങ്സ് ഒക്കെ അവിടെ നിന്നിട്ട് കളിയാക്കിയും കൊണ്ട് ഭയങ്കര ചിരിയായിരുന്നു. പക്ഷെ ആ അറ്റംപ്റ്റ് അവൻ ഫെയിൽ ആയിപ്പോയി. അവനെക്കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിച്ചു. പക്ഷെ അന്ന് അവൻ സ്ട്രഗിൾ ചെയ്തിരുന്നു. പിന്നെ അവൻ സ്വയമായി ട്രെയിനിങ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു പോയിന്റിൽ അവൻ നല്ല സ്ട്രോങ്ങസ്റ്റ് ഗായ് ആയി. അവനെ കണ്ട് എല്ലാവരും പേടിക്കാനും തുടങ്ങി. പക്ഷെ സെയ്ജിക്ക് ഒരു ഗുഡ് ക്വാളിറ്റി ഉണ്ട്. അവനെ കഴിഞ്ഞും വീക്കസ്റ്റ് ആയിട്ടുള്ള ഒരാളെ ബുള്ളിങ് ചെയ്യാൻ അവൻ പോവാറില്ല. എന്ന് ചേച്ചിയുടെ ചേച്ചി പറഞ്ഞപ്പോഴത്തേനും മിട്ടോരിക്ക് അവനെ അടിക്കാൻ വേണ്ടിയിട്ട് ബുള്ളി ഗാങ്സ് വന്നപ്പോ അവൻ അടിക്കാണ്ട് അവിടെ കിടന്നില്ല. അതൊക്കെ ഓർമ്മ വന്നു. അപ്പൊ നമ്മുടെ മിട്ടോരിയുടെ ചേച്ചി ചോദിച്ചു, "നീ ഇതൊക്കെ കേട്ട് ഡിസപ്പോയിന്റഡ് ആയോ?" അപ്പൊ നമ്മുടെ മിഡോരി പറഞ്ഞു, "ഏയ് ഇല്ല. ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് അവനോടുള്ള സ്നേഹം കൂടിക്കൂടി വന്നിട്ടേ ഉള്ളൂ." അപ്പോഴാണ് നമ്മള് സെയ്ജിയുടെ ചേച്ചി നോക്കണത്. നമ്മുടെ സെയ്ജി ബോധം കെട്ട് ആ ജക്കൂസിയിൽ കിടക്കുകയായിരിക്കും. അപ്പൊ നമ്മുടെ സെയ്ജിയുടെ ചേച്ചി ചോദിക്കും, "നീ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന്" ചോദിച്ചോണ്ടിരിക്കും. അപ്പൊ മിഡോരി കാറിക്കൂവി, "സെയ്ജി എഴുന്നേക്ക്" എന്ന് പറയും. അങ്ങനെ അവനൊരു ബെഡിൽ കിടക്കുകയായിരിക്കും. എന്നിട്ട് പതുക്കെ കണ്ണ് തുറക്കും. അപ്പൊ നമ്മുടെ മിഡോരി ചോദിക്കും, "ആ നീ ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ" എന്ന് ചോദിക്കും. അവൻ എഴുന്നേറ്റ്, "ആ കുഴപ്പമില്ല." അപ്പൊ നമ്മുടെ സെയ്ജി എഴുന്നേറ്റ്, "ആ പ്രാന്തി എവിടെയെന്ന്" ചോദിക്കും നമ്മുടെ മിഡോരിന്റെ അടുത്ത്. അപ്പൊ മിഡോരി പറയും, "നീ നിന്റെ ചേച്ചീനെ കുറിച്ചാണോ ചോദിക്കുന്നത്? ചേച്ചി അവളുടെ ബോയ് ഫ്രണ്ട്സിന്റെ ഒപ്പം ഇവിടുന്ന് പോയിന്ന്" പറയും. അപ്പൊ നമ്മുടെ ചേച്ചി എന്തെന്ന് പറഞ്ഞിട്ട് ബിൽ കൗണ്ടറിലേക്ക് പോകും. ബിൽ കൗണ്ടറിലേക്ക് പോകും. ഒരു രാത്രി അവിടെ സ്റ്റേ ചെയ്തതിന്, ഒരു ടിവി ഒക്കെ എറിഞ്ഞ് പൊട്ടിച്ചതിനൊക്കെ ബില്ല് പറയും. അപ്പൊ അവന്റെ കയ്യിലുള്ള കാശ് അവന് തികയില്ല. അപ്പൊ അവിടെ എന്തെങ്കിലും പേയ്മെന്റ് പ്ലാൻസ് ഉണ്ടോന്ന് പറഞ്ഞ് ഇങ്ങനെ ചോദിച്ചു നിൽക്കുകയായിരിക്കും. അപ്പൊ ഷെയ്ജിയുടെ ചേച്ചി ഫ്രണ്ടിന്റെ ഒപ്പം ബൈക്കിൽ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ ആ ഫ്രണ്ട് ചോദിക്കും, "അവിടെ ഷെയ്ജീനെ ഒറ്റയ്ക്കാക്കി വന്നത് ശരിയായോ" എന്ന് ചോദിക്കും. അപ്പൊ ചേച്ചി പറയും, "അവന്റെ കാര്യം നോക്കാൻ അവനെ അറിയാം. നീ അതിനെക്കുറിച്ച് ആലോചിക്കണ്ടാന്ന്" പറയും. എന്നിട്ട് ഷെയ്ജിയുടെ ചേച്ചി ഇങ്ങനെ മനസ്സിൽ കരുതാണ്, "അവന്റെ വേദന എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്തായാലും മിഡോരിനെ നന്നായിട്ട് നോക്കുന്നുണ്ട് അവൻ" എന്ന് പറഞ്ഞ് സന്തോഷത്തിൽ അവൾ അങ്ങനെ പോകും. പിന്നെ അടുത്ത് കാണുന്നത് നമ്മുടെ സെയ്ജിയും മിഡോരിയും കൂടെ കൂടിയിട്ട് ഒരു ജക്കൂസിയിൽ ഇങ്ങനെ കിടക്കുകയായിരിക്കും. എന്നിട്ട് നമ്മുടെ ചേച്ചി ചോദിക്കും, "ആ അതൊക്കെ പോട്ടെ. എന്തൊക്കെയാണ് എന്റെ ചേച്ചി എന്നെക്കുറിച്ച് പറഞ്ഞെന്ന്" ചോദിക്കും. അപ്പം മിഡോരി പറയും, "അതൊക്കെ ഞങ്ങൾ തമ്മിലുള്ള ഒരു സീക്രട്ട് ആണ്. പറയില്ല" എന്ന് പറയും. "ഓ സീക്രട്ടോ" എന്ന് ചേച്ചി ചോദിക്കും.
അപ്പൊ നമ്മുടെ മിട്ടോരി പറയും, എന്തായാലും എനിക്കിന്ന് വളരെ സന്തോഷമുള്ള ദിവസമാണ്. എനിക്ക് ഈ പാർട്ടി വളരെയധികം ഇഷ്ടമായി എന്ന് പറയും. അങ്ങനെ രാത്രിയായി. പതിവ് പോലെ നമ്മുടെ സേജി കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങാൻ തുടങ്ങി. മിട്ടോരി ഡയറി എഴുതാനും തുടങ്ങി. ആ ഡയറിയിൽ മിട്ടോരി ഇങ്ങനെ എഴുതുകയാണ്: എനിക്ക് സേജീന്റെ കുട്ടിക്കാലമൊക്കെ അറിയാൻ പറ്റി. എനിക്ക് പിന്നെയും പിന്നെ അവനോടുള്ള സ്നേഹം കൂടി കൂടി വരികയാണ്. ഈ ഹാപ്പിനെസ് എന്റെ ലൈഫിൽ എപ്പോഴും ഉണ്ടാവണം എന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഗായ്സ്, ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. സേജീന്റെ ചേച്ചി ഒരു വല്ലാത്ത ക്യാരക്ടർ തന്നെയാണല്ലേ. സേജീന്റെ ചേച്ചീനെ കുറിച്ച് എന്താണോ നിങ്ങൾക്ക് തോന്നുന്നത് അത് കമന്റ് സെക്ഷനിൽ പറയാം. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.